This call is now being recorded. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതുപോലെ സ്ക്രീനും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? Okay. So, in the last class, we were discussing about eigenvalues and eigenvectors of a linear operator. നമ്മൾ ആവശ്യം it was to discuss basically the property of like the diagonalizability property of P. എന്താണ് ഒരു ഓപ്പറേറ്റർ ഡയഗണലൈസബിൾ എന്ന് പറയാൻ മീൻസ് ഹൗ ക്യാൻ വി ടെൽ ദാറ്റ് an operator is ഡയഗണലൈസബിൾ. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഫസ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ജസ്റ്റ് വി ഹാവ് സീൻ സം ഡെഫിനിഷൻസ് ആൻഡ് ഓൾ തിങ്സ് and small results regarding similar matrices and their characteristic polynomial. And we were doing some problems, and we did one problem, and second problem we were discussing, and we'll try to complete it today. അപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന പ്രോബ്ലം ഇതായിരുന്നു. അതായത് ഈ മെട്രിക്സ് 3x3 മെട്രിക്സ് നമ്മുടെ കയ്യിലുള്ളത്. ഈ മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കാനായിരുന്നു നമ്മൾ ശ്രമിച്ചത്. അപ്പോൾ ഇവിടെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എടുക്കുകയാണ്. ഡിറ്റർമിനന്റ് ഓഫ് എക്സ് ഐ മൈനസ് എ ഇക്വേറ്റ് 0 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു അതിൻ്റെ റൂട്ട്സ് കിട്ടും. അതാണ് നമ്മൾ ഐഗൻ വാല്യൂസ്. നമ്മൾ ഇന്നലെ എക്സ് ഐ മൈനസ് എ കണ്ടുപിടിച്ചു, അതിൻ്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ചെയ്തു, നമുക്ക് അതിൻ്റെ റൂട്ട്സ് കിട്ടി. അതായത് 1 ഒരു പ്രാവശ്യം, 2 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 2 ആണ്, കാരണം 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, കാരണം അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. ഈ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 2ഉം 1ഉം കാണണം. അപ്പം ഈ ഡയഗണലൈസബിൾ ആണെന്ന് ചെക്ക് ചെയ്യാൻ പല ഡെഫിനിഷൻസും ഉണ്ട്. ഓക്കെ, അപ്പം അതിലൊരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ എ എം ജി എം ഉപയോഗിച്ചിട്ടാണ് പറയുക. ശരിക്കും ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച് പറയും. അത് ഞാൻ പറയാം. വിൽ ട്രൈ ടു ഫൈൻഡ് ദ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് ഈച്ച് വൺ. നൗ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 എന്ന ഐഗൺ വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സിൻ്റെ സ്പേസിൻ്റെ ഡയമെൻഷനാണ് ആ ഒരു പെർട്ടിക്കുലർ ഐഗൺ വാല്യൂവിൻ്റെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്നലെ 1 എന്ന ഐഗൺ വാല്യൂവിൻ്റെ ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നോക്കുകയായിരുന്നു. അപ്പം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സെറ്റ് ഓഫ് ഓൾ എക്സ് ഫോർ വിച്ച് എ എക്സ് ഇസ് ഈക്വൽ ടു 1 × എക്സ് ആവുന്ന എല്ലാ എക്സുകളുടെയും കളക്ഷനാണ് അതിൻ്റെ ഐഗൺ സ്പേസിൽ ഉണ്ടാവുക. അപ്പം ഇവിടെ if you look at here, we just അപ്പം അതിന് പകരം അത് ഈ എ എക്സ് ഈക്വൽ ടു 1x സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ എക്സിന് പകരം ഇങ്ങനെ എഴുതാം. ഞാൻ തന്നെ പറഞ്ഞിട്ടായിരുന്നു, ഇത് ഇതേപോലെ മാറ്റി എഴുതി ഇതുപോലെ എഴുതി കൊണ്ടുവരാം. എ മൈനസ് സെറ്റ് ഓഫ് ഓൾ എക്സ് ഫോർ വിച്ച് എ മൈനസ് ഐ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 ആവുന്ന എല്ലാ എക്സിൻ്റെയും കളക്ഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ എ മൈനസ് ഐ കണ്ടുപിടിച്ചു. എന്നിട്ട് സെറ്റ് ഓഫ് ഓൾ എക്സ് ഫോർ വിച്ച് എ മൈനസ് ഐ എക്സ് ഈക്വൽ ടു 0 എന്നാൽ ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടി. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x1 x2 x3 കിട്ടും. അപ്പോൾ നമുക്ക് ആ സ്പേസ് കിട്ടും, സ്പേസ് ഓഫ് ഓൾ വെക്ടേഴ്സ് കിട്ടും. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നലെ സ്റ്റോപ്പ് ചെയ്ത ആ ഒരു പോയിന്റ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് കണ്ടാറ് രണ്ടും ഒരേ ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇൻഡയറക്റ്റ്ലി നമ്മൾ ആകെ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നുള്ളൂ. x2 - x3 = 0യും അതുപോലെ 2x1 + 2x2 - x3 = 0യും മാത്രമേ നമ്മൾ സോൾവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എന്താ പറയുക, അറിയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യാം. 1 2 -1 -1 0 0 ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുക, റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇത് R1ഉം R2 ആക്കി എടുക്കുകയാണെങ്കിൽ we apply R2 = R2 - R1 എടുത്താൽ ഇത് 2 1 -1 0, 2 - 2 0 ആവും, 2 - 1 1 ആവും, -1 - 1 എന്ന് പറയുമ്പോൾ 0 ആവും, 0. അപ്പം ഇത്
വേണമെങ്കിൽ ഫർദർ വേണമെങ്കിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. പക്ഷെ ഇത് ഇനി ഫർദർ റെഡ്യൂസ് ചെയ്യാൻ എങ്ങനെയാ? R2 = R2 - R1 കൊടുത്ത് നമുക്ക് ഇത് കിട്ടി. ഞാൻ എഴുതി തെറ്റില്ലല്ലോ. 2x1 + 2x2 - x3 എന്ന സെക്കൻഡ് ഇക്വേഷൻ, 2x2 - x3. ഫസ്റ്റ് ഇക്വേഷൻ 2x1 + x2 - x3. Okay, it is fine. So we got two equations. So from this we can just we'll try to ഇത് ഫർദർ റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ശരിക്കില്ല. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സൊല്യൂഷൻസ് എടുക്കാം. അപ്പോൾ തിരിച്ച് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടാം. അതായത് 2 1 - 1 0 1 0 into x1 x2 x3 equal to 0 0 0. അപ്പം എത്ര വരുന്നത്? 2/3 3/1 അല്ലേ? 2/3 3/1 ആകുമ്പോൾ അതിന്റെ ഓർഡർ പറഞ്ഞാൽ 2/1 ആയിരിക്കും. So we get two equations from here. In this you can see that ഈ സെക്കൻഡ് റോ നിങ്ങൾ മൾട്ടിപ്ലൈ നിങ്ങൾക്ക് എന്താ കിട്ടുക? x2 0 എന്ന് കിട്ടും. സെക്കൻഡ് റോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും x2 0 എന്ന് കിട്ടും. ഇനി ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അത് 2x1 + x2 - x3 = 0 എന്നാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ x2 0 ആയതിനെ കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? 2x1 - x3 = 0 or 2x1 = x3 എന്ന് കിട്ടും അല്ലേ? 2x1 = x3 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്പേസിലുള്ള വെക്ടേഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുക? അപ്പം ആ വെക്ടേഴ്സിലെ പ്രത്യേകത എന്താ വെച്ചാൽ സെക്കൻഡ് കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, അതിൽ ഈ ഒരു 1ന്റെ ഐഗൻ വെക്ടേഴ്സിന്റെ പ്രത്യേകത നമ്മൾ പറയുന്നത് സെക്കൻഡ് കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും. പിന്നെ ഫസ്റ്റ് കോർഡിനേറ്റ് എന്തെടുക്കുന്നു അതിന് ഡബിൾ ആയിരിക്കും തേർഡ് കോർഡിനേറ്റ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കോർഡിനേറ്റ് ഞാൻ 1 എടുക്കുകയാണെങ്കിൽ x3 പറഞ്ഞാൽ 2 times x1 ആയിരിക്കും. ഓക്കെ, 2 times x1 ആയിരിക്കും. അല്ലെങ്കിൽ വേണം ഇങ്ങനെ എഴുതാം. x1 ഇവിടെ എടുക്കുകയാണെങ്കിൽ x1 എടുക്കുക. അപ്പം x3 എന്താവും? 2 times x1 ആവും. ഓക്കെ, അപ്പം വേണമെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇൻ ജനറൽ ഇങ്ങനെ എഴുതാം, a0 2a എന്ന് എഴുതാം. എന്നിട്ട് വേണമെങ്കിൽ പറയാം ഇത് ഈസ് ആക്ച്വലി, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, a0 2a നെ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് a × 1 0 2 where a belongs to R. ഇതായിരിക്കും നമ്മളെ സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ്. ഓക്കെ, സോ x1 1 കൊടുത്താൽ ഒബിയസ്ലി x3 2 ആവും. അപ്പോൾ നമ്മളെ ഇവിടുത്തെ ഐഗൻ വെക്ടേഴ്സിന്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ് ഓഫ് ദിസ് ഫോം where a belongs to R. അപ്പോൾ ഈ സ്പേസിന്റെ ഡയമെൻഷൻ എത്രയാണ്? ഈ സ്പേസിന്റെ ഡയമെൻഷൻ എത്രയാണ്? 1 അല്ലേ? 1 ആണ്. അപ്പോൾ ദിസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് സ്പേസ് associated with the eigenvalue 1 അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ 1. അപ്പോൾ ഈ സ്പേസിന്റെ ഡയമെൻഷൻ നമുക്ക് 1 ഉണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ഈ നിങ്ങൾ മുമ്പോട്ടൊക്കെ പ്രോബ്ലം ചെയ്യുമ്പം എപ്പോഴും ഈ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി ഉണ്ടല്ലോ, ഈ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എപ്പോഴും <= ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി ആയിരിക്കും. അതിന് മുകളിലോട്ട് പോകില്ല. ഓക്കെ, ഈ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി സാധനം ഒരിക്കലും am-ന്റെ മുകളിൽ പോകില്ല, ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റിന്റെ മുകളിൽ പോകില്ല. അപ്പോൾ 1 ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമേ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി വരുള്ളൂ ഉണ്ടെങ്കിൽ തന്നെ. പക്ഷെ ഇവിടെ ഉണ്ട് നമുക്കറിയാം, കാരണം നമുക്ക് നോൺ സീറോ എക്സിനാണ് നമുക്ക് ax = 1x എന്ന് കിട്ടുന്നത്. അങ്ങനെയുള്ള നമുക്ക് 1 ഐഗൺ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഒരു എക്സ് എങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഇവിടെ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഈ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി, അതായത് നമ്മൾ ഐഗൺ സ്പേസിന്റെ ഡയമെൻഷൻ എപ്പോഴും അതിന്റെ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റിയേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഈ ഒന്നുകിൽ ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും. അപ്പോൾ ഈ കേസ് നമുക്ക് എക്സാക്ട്ലി 1 തന്നെ കിട്ടി. 1ന്റെ കേസിൽ എക്സാക്ട്ലി 1 തന്നെ കിട്ടി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 2ന്റെ നോക്കണം.
2 എന്ന ഐഗൺ വാല്യൂവിൻ്റെ ഐഗൺ വെക്ടേഴ്സ് നോക്കണം. അപ്പം ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 2 എന്ന് നമുക്ക് 2 എടുക്കാം. ലാംഡ ഈക്വൽ ടു അവിടെ നമ്മൾ എക്സ് എന്ന് എടുത്തിരിക്കുന്നത് അല്ലേ. സോ എക്സ് അല്ല സി ഈക്വൽ ടു 2 ആണെങ്കിൽ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് ഫോർ വിച്ച് AX is equal to 2x ആവുന്ന എല്ലാ ഐഗൺ വാല്യൂസും. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി അങ്ങനെ എഴുതാം. സെറ്റ് ഓഫ് ഓൾ എക്സ് ഫോർ വിച്ച് AX minus 2x equal to 0 or set of all x for which AX minus 2iX is equal to 0 or A minus 2i of x equal to 0 ആവുന്ന എല്ലാ എക്സുകളുടെയും കളക്ഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഇതാണ് നമ്മൾ ആദ്യം കണ്ടിട്ട് A minus 2i. അപ്പോൾ A minus 2i കാണാം. A മെട്രിക്സ് എന്താണെന്ന് അറിയണം. A മെട്രിക്സ് റൈറ്റ് ഡൗൺ. അപ്പം A എന്ന മെട്രിക്സ് ശരിക്കും നമ്മളെ കയ്യിലുള്ളത് 3 1 minus 1 2 2 minus 1 2 2 0 ആണ്. This is our A matrix. So A minus 2i എന്ന മെട്രിക്സ് പറഞ്ഞാൽ 3 1 minus 1 2 2 minus 1 2 2 0 minus 2 into I എന്ന് പറഞ്ഞാൽ 3/3 identity matrix. So if you find it, you'll get 3 minus 2 is 1 1 minus 1 2 2 minus 2 is 0. Then we get minus 1 2 2 and 0 minus 2. ശരിയാണോ ചെയ്തു? ശരിയല്ലേ? A minus 2 കണ്ടുപിടിച്ച് ശരി തെറ്റില്ലല്ലോ. Okay, I think it's fine. So we need to find the eigenvectors. So set of all x for which A minus 2i set of all x for which A minus 2i into x is equal to 0. അപ്പം A minus 2i എന്ന് പറയുമ്പോൾ 1 1 minus 1 2 0 minus 1 2 2 minus 2 acting on x1 x2 not acting on multiplied with x1 x2 x3 is equal to 0 0 0. ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ സൊല്യൂഷൻ ആണ് കാണേണ്ടത്. അപ്പോൾ ഇതിന്റെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? x1 plus x2 minus x3 equal to 0 എന്ന് വരും ഫസ്റ്റ് ഇക്വേഷൻ. 2x1 plus 0x2 minus x3 equal to 0. Third one is 2x1 plus 2x2 minus 2x3 equal to 0. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഇക്വേഷനും സിമിലർ ആണ് അല്ലേ. ഇതിന്റെ ജസ്റ്റ് മൾട്ടിപ്പിൾ അല്ലേ തേർഡ് ഇക്വേഷൻ. അപ്പോൾ സിസ്റ്റം ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാതെ ഒഴിവാക്കി ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ ഒന്ന് തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ചെയ്യാം, ഒഴിവാക്കാണ്ട് ചെയ്യുകയാണെങ്കിലും ഒരു സ്റ്റെപ്പിൽ നമ്മൾ ആ റിഡക്ഷൻ ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ആയി പോകും. ഇപ്പോൾ വേണമെങ്കിൽ ഒഴിവാക്കാണ്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഇതിന്റെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പം നമ്മൾ അതിന്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് ചെയ്താണ് നമ്മൾ സിസ്റ്റം ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന അതേപോലെ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതി അത് എക്സ്ട്രോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്ത് തിരിച്ച് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ഇതിൽ ഫുൾ എക്സ്ട്രോൺ ഫോമിലേക്ക് റിഡക്ഷൻ ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് സൊല്യൂഷൻസ് കിട്ടിയാൽ മതി, ആ ഒരു പരിധി വരെ ചെയ്താൽ മതി. അപ്പോൾ ഇതിന് നിങ്ങൾ R1 R2 R3 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ R2നെ R2 മൈനസ് 2 R1 ചെയ്യാം. അപ്പോൾ ഇത് ഫസ്റ്റ് റോ അങ്ങനെ തന്നെയാണ്. സെക്കൻഡ് റോയിൽ R2 മൈനസ് 2 R1 2 മൈനസ് 2 1 2 മൈനസ് 2 പറയുമ്പോൾ 0 ആവും. 0 മൈനസ് 2 എന്ന് പറയുമ്പോൾ 1 മൈനസ് 2 ആവും. മൈനസ് 1 മൈനസ് 2 ഇൻറ്റു മൈനസ് 1 എന്ന് പറയുമ്പോൾ 2 മൈനസ് 1 1 ആവും, ഇത് 0 ആവും. അതുപോലെ R3ന് നമുക്ക് അതുപോലെ തന്നെ R3 മൈനസ് 2 R1 ചെയ്യാം. അപ്പോൾ 2 മൈനസ് 2 0 2 മൈനസ് 2 0 മൈനസ് 2 മൈനസ് 2 ഇൻറ്റു 1 മൈനസ് 0. ഞാൻ പറഞ്ഞ ഒരു സ്റ്റെപ്പിൽ അത് നമ്മൾ ഒഴിവാക്കിയില്ലെങ്കിലും ഈ ഒരു സ്റ്റെപ്പിൽ ഈ തേർഡ് റോ കംപ്ലീറ്റ്ലി 0 ആയിപ്പോകും. അത് ഈ ഒരു ഇക്വേഷൻ വാനിഷ് ആവും. അപ്പോൾ അത് ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളൂ. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഇനി വേണമെങ്കിൽ ഫർദർ വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ ഡിവൈഡ് ബൈ -2 ചെയ്യാം. അപ്പോൾ അത് -1/2 എന്നൊക്കെ വരും. അപ്പോൾ എക്സ്ട്രോൺ ഫോമിലേക്ക് കൺവേർട്ട് ആവും ഈ മെട്രിക്സ്. അപ്പം ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ തിരിച്ച് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് എങ്ങനെ കിട്ടുക? 1 1 -1
0, -2, 1, 0, 0, 0, multiply with x1, x2, x3, you will get equal to 0, 0, 0. Okay, equal to 0, 0, 0. So here you get two equations minus the second row multiply ചെയ്യുമ്പോൾ എന്താ കിട്ടുക -2x2 plus x3 equal to 0 എന്ന് കിട്ടും, or 2x2 എന്ന് പറഞ്ഞാൽ x3 ആയിരിക്കും എന്ന് കിട്ടും. ഇനി ആദ്യത്തെ ഇക്വേഷൻ 1, അതായത് x1 plus x2 minus x3 equal to 0 എന്ന് കിട്ടും. പിന്നെ ഓൾറെഡി നമുക്കറിയാം x3 പറഞ്ഞാൽ x3 പറഞ്ഞാൽ 2x2 ആണ്. അപ്പം x1 plus x2 minus 2x2 equal to 0 എന്ന് കിട്ടും. അപ്പോൾ അത് സോൾവ് ചെയ്താൽ ഇതിപ്പോൾ എന്താ കിട്ടുക, x1 minus x2 equal to 0 എന്ന് കിട്ടും, or you get x1 equal to x2. Okay, so from here what we get is നമ്മളെ വെക്ടേഴ്സിന്റെ ഫോം എങ്ങനെ കിട്ടുക, അപ്പം x1 x2 സെയിം ആയിരിക്കും, അതായത് ആദ്യത്തെ കോർഡിനേറ്റ് എന്താണോ അതന്നെയായിരിക്കും. I'll write this. Okay, I'll write in this way. Just എങ്ങനെയാണ് നിങ്ങൾക്ക് എഴുതാം, ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി എഴുതുന്നുള്ളൂ. ആദ്യത്തെ നമ്മളെ വെക്ടേഴ്സിന് എങ്ങനെ ഉണ്ടാവും, അതിൽ രണ്ടാമത്തെ കോർഡിനേറ്റ് x2 എടുക്കുക വിചാരിക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ x1 എന്തായി x2 തന്നെയായി. ഈ തേർഡ് കോർഡിനേറ്റ് എന്നാൽ 2 times x2 ആണ്, x3 പറഞ്ഞാൽ 2 times x2 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ 2 times x2 എന്ന് എഴുതാം. അതായത് നമുക്ക് വേണമെങ്കിൽ x2 into 1 1 2 എന്ന് എഴുതാം, ഓർ ഇൻ ജനറൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ you can write something like some a 2a ഫോമിലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എഴുതാം a into 1 1 2 where a belongs to r എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നിങ്ങളെ സ്പേസ്, ഈ എഴുതിയിരിക്കുന്നതാണ് നിങ്ങളെ സ്പേസ് വരിക, സ്പേസ് ഓഫ് ഓൾ ഐഗൺ വെക്ടേഴ്സ്. അപ്പോൾ ഈ സ്പേസിന്റെ ഡയമെൻഷൻ എന്ത് കിട്ടി നമുക്ക്, എന്താ ഇപ്പം നമുക്ക് കിട്ടുന്ന ഡയമെൻഷൻ, ഈ സ്പേസിന്റെ ഡയമെൻഷൻ നമുക്ക് 1 ആണ് കിട്ടുന്നത് അല്ലേ. ഇവിടെ ഒരു വെക്ടർ ഉള്ളൂ ബേസിസിൽ, ഇതിൻ്റെ ഒരു ബേസിസ് എടുക്കുകയാണെങ്കിൽ ഇതൊരു ബേസ് ആക്കി എടുക്കാം, 1 1 2 എന്ന ഒരു എലിമെന്റ് ബേസ് ആക്കി എടുക്കാം. അപ്പോൾ ഈ സ്പേസിന്റെ ഡയമെൻഷൻ 2 ആയി. അപ്പോൾ ഇവിടെ ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 2, അപ്പോൾ ഇതിന്റെ ഡയമെൻഷൻ നമുക്ക് 1 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 2 എന്ന് പറഞ്ഞാൽ, നമുക്ക് നേരത്തെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1 കിട്ടി. ഓക്കെ, അപ്പം ഇപ്പൊ നമുക്ക് കിട്ടിയത് ഇവിടെ 1 ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എപ്പോഴും ലെസ് ദാൻ ഈക്വൽ ടു ആൽജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ആയിരിക്കും. കാണാം 1 is less than equal to 2. ഓക്കെ, പക്ഷേ ഇതെന്താ ഞാൻ പറയാൻ കാരണം വെച്ചാൽ, നമ്മൾ ഇനി ഡയഗണലൈസബിലിറ്റി പഠിക്കും. അപ്പോൾ ഡയഗണലൈസബിലിറ്റി പഠിക്കുമ്പം ആദ്യം ഞാൻ പറയാം, ഡെഫിനിഷൻ പറയാം, എന്നിട്ട് ഈ ഒരു കാര്യം പറയാം. ഓക്കെ, സോ അപ്പോൾ ഈ നമുക്ക് രണ്ട് മെട്രിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ട് മെട്രിക്സിൻ്റെയും ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സ് എല്ലാം കണ്ടുപിടിച്ചു അല്ലേ, ഐഗൻ സ്പേസും കണ്ടുപിടിച്ചു. ഇപ്പോൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലായോ, ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിച്ചാൽ മനസ്സിലായോ? നിങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു, മനസ്സിലായോ? അപ്പം ഇനി എന്താണ് ഡയഗണലൈസേഷൻ, അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ or when we can say t is diagonalizable, നമുക്ക് ഡെഫിനേഷൻ ജസ്റ്റ് നോക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ച് ഇതിലേ വരാം. നമ്മൾ ഈ പ്രോബ്ലത്തിന്റെ ഒരു യൂസേജ് വരുന്നുണ്ട്, അതിലേ വരാം. So we'll define something. So let t be a linear operator. Let t be a linear operator on the finite dimensional space V, finite dimensional space V. We say that ഇതിന് പല ഡെഫിനിഷൻസ് ഉണ്ട്, അതിലൊരു ഡെഫിനിഷനാണ് നമ്മൾ എഴുതുന്നത്. We say that T is diagonalizable if there is a basis of V, if there is a basis for V, each vector of which is a characteristic vector of T. Each vector of which is a characteristic vector of T. അപ്പം ഇതൊരു ഡെഫിനിഷനാണ്, അതായത് ടി ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസ് ആണ്. T is a linear operator on a finite dimensional space V. We say that T is diagonalizable if there is a basis for V
and in that V, each vector of which is actually a characteristic vector of P. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു സപ്പോസ് ഒരു ഓപ്പറേറ്റർ എടുക്കുകയാണ് R3 ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. നിങ്ങൾക്ക് ഇതിന്റെ ഐഗൺ വാല്യൂസ് എല്ലാം കിട്ടി. ഓക്കെ, അപ്പോൾ സപ്പോസ് ഒരു ഐഗൺ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് we got something like T alpha 1 is equal to say 1 into alpha 1 കിട്ടി. അപ്പോൾ 1 ഒരു ഐഗൺ വാല്യൂ ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐഗൺ വെക്ടർ ആൽഫ 1 ആണ്. അതുപോലെ സപ്പോസ് T alpha 2 is equal to some 2 alpha 2 എന്നും T alpha 3 is equal to some again 1 alpha 3 എന്നും കിട്ടി. എന്നിട്ട് ഇപ്പോൾ ഈ കിട്ടുന്ന ഈ ആൽഫ 1, ഈ ആൽഫ 2, ആൽഫ 3 ഇത് മൂന്നും സപ്പോസ് ദേ ഫോം എ ബേസിസ് ഫോർ വി. ഈ മൂന്നും വി അതായത് ഇവിടെ നമുക്ക് 1 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഐഗൺ വാല്യൂസ്, 2 ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ലീനിയർ ഓപ്പറേറ്റർ നിങ്ങളുടെ കയ്യിലുണ്ട് ആൻഡ് യു ആർ ഏബിൾ ടു ഫൈൻഡ് ദാറ്റ് ദ ഐഗൺ വാല്യൂസ് ആർ ദീസ് ആൻഡ് ദ കറസ്പോണ്ടിങ് one eigen vectors are alpha 1, alpha 2, alpha 3. If this is actually a basis, ഇതൊരു ബേസിസ് ആണെങ്കിൽ if alpha 1, alpha 2, alpha 3 is a basis for V എന്ന് പറയുമ്പോൾ R3, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ T ഒരു ഡയഗണലൈസബിൾ ഓപ്പറേറ്റർ ആയിരിക്കും. So this T will be actually a diagonalizable operator. And also നിങ്ങൾ if you find the matrix of T, if you find the matrix of T with respect to the basis, this basis beta, ഈ ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ അതിന്റെ മെട്രിക്സ് ടീന്റെ മെട്രിക്സ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മെട്രിക്സ് ഇത് ബീറ്റയൊക്കെ എടുക്കുക, ഈ മെട്രിക്സ് കാണുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക വെച്ചാൽ അതൊരു ഡയഗണൽ മെട്രിക്സ് ആയിട്ട് കിട്ടും. അതായത് അതിന്റെ ഡയഗണൽ എൻട്രീസ് പറഞ്ഞാൽ നമ്മളെ ഐഗൺ വാല്യൂസ് ആയിരിക്കും, ബാക്കിയെല്ലാം സീറോസ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഡയഗണൽ മെട്രിക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഡയഗണലൈസബിൾ ഓപ്പറേറ്റർ ആണെങ്കിൽ നിങ്ങൾ അതിന്റെ ഡയഗണലൈസബിൾ ഓപ്പറേറ്റർ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ബേസിസ് എക്സിസ്റ്റ് ചെയ്യും. അതായത് ഇങ്ങനത്തെ ഒരു ബേസിസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയാം എന്ത് ഡയഗണലൈസബിൾ ഓപ്പറേറ്റർ ആണെന്ന്. അതായത് there is a basis for V such that each vector of it is a characteristic vector of T. അപ്പോൾ നമ്മൾ T എടുത്തു, നമ്മൾ അതിന്റെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിച്ചു, പിന്നെ നമ്മൾ അതിന്റെ ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിച്ചു. ഇനി ആ ഐഗൺ വെക്ടേഴ്സ് ഇപ്പം ഇതിൽ ഒരുപാട് ഐഗൺ വെക്ടേഴ്സ് ഉണ്ടാവും. ആൽഫ 1 കറസ്പോണ്ടിങ് ആയിട്ട് അതിൽ നിന്ന് ഒന്ന് ഞാൻ എടുത്തു, ഈ 2 കറസ്പോണ്ടിങ് ആയിട്ട് ഒരുപാട് ഉണ്ടാവും, അതിൽ നിന്ന് ഒന്ന് എടുത്തു, ഇന്ന് ഒന്ന് എടുത്തു. ഓക്കെ, എന്നിട്ട് ഈ മൂന്നും അടങ്ങുന്ന ഈ സെറ്റ് ഇതൊരു ബേസിസ് ആണെങ്കിൽ R3 ഇത് മൂന്നെണ്ണാണല്ലോ, 3 വെക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ ഈ ദിസ് ഇസ് എ ബേസിസ് ഫോർ R3. അപ്പോൾ T ഡയഗണലൈസബിൾ ആണെങ്കിൽ ഓബിയസ്ലി ഇതൊരു ബേസിസ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ആ ടീന്റെ മെട്രിക്സ് പറഞ്ഞാൽ ശരിക്കും ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ആ ഒരു കാരണം കൂടി കൊണ്ടാണ് ഈ നമ്മൾ ഈ ഒരു പേര് വരുന്നത്. ഈ ഡയഗണലൈസബിൾ എന്ന് പറയുന്ന ഒരു പേര് വരാൻ കാരണം ഈ ഒരു റീസൺ ഉള്ളതും കൂടിയാണ്. അത് ഈ ഒരു റീസൺ ഉള്ളതിനെ കൂടിയാണ് നമ്മൾ ഡയഗണലൈസബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ജനറൽ ഡെഫിനിഷൻ ഇതാണ്. T എന്ന ലീനിയർ ഓപ്പറേറ്റർ on a finite dimensional space V is said to be diagonalizable if there is a basis for V, each vector of which is a characteristic vector of T. Tന്റെ characteristic vector ആയിട്ടുള്ള ഒരു ബേസിസ് വെക്ടേഴ്സ് ആയിട്ടുള്ള ഒരു ബേസിസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ we can say T is diagonalizable. And when such a basis exists, അങ്ങനത്തെ ഒരു ബേസിസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബേസിസ് വിത്ത് റെസ്പെക്ട് ടു ആ ബേസിസ് ആ ടീന്റെ നിങ്ങൾ മെട്രിക്സ് റെപ്രസെന്റേഷൻ കാണുകയാണെങ്കിൽ അതൊരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഇതിന് ഇങ്ങനത്തെ ഒരു പേരും പറയുന്നത്. ഓക്കെ, വേറൊരു ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഒരു ടി നിങ്ങൾ എടുത്തിട്ട് അതിന്റെ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റിയും, അതായത് ഓരോ ഐഗൺ വാല്യൂസിന്റെയും ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റിയും അതിന്റെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റിയും സെയിം ആണെങ്കിലും നമുക്ക് പറയാം അത് ഡയഗണലൈസബിൾ ആണ്. അപ്പോൾ ഇവിടെ ഈ കേസ് നിങ്ങൾക്ക് കാണാം അത് സെയിം ആണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാം 1 എന്ന് പറഞ്ഞ ഐഗൺ വാല്യൂന്റെ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി എന്നാൽ 2 ആണ്. 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് 2 ഐഗൺ വാല്യൂസ് കിട്ടുന്നുണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട്, ഒരു ആൽഫ 1ഉം ഒരു ആൽഫ 2ഉം കിട്ടുന്നുണ്ട്. അപ്പം ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1 എന്ന് പറയുന്നത് ഇവിടെ ഈ കേസിൽ 1 ആണ്. അതുപോലെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1 എന്ന് പറയുന്നത് ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1 2 ആണ്, 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1 എന്ന് പറഞ്ഞാലും 2 ആണ്, കാരണം നമുക്ക് 2 എലിമെന്റ്സ് ഉണ്ട് ബേസിസിൽ ആ സ്പേസിൽ. അതുപോലെ 2 എടുക്കുകയാണെങ്കിൽ 2 ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലിമെന്റ് ഉള്ളൂ.
So here, so that is another definition. അതായത് ഞാൻ പറഞ്ഞതിന് വേറെ ഡെഫിനിഷൻ കൂടി ഉണ്ട്. വേറെ കുറച്ചുകൂടി ഡെഫിനിഷൻസ് ഉണ്ട്, അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കാണും. നമുക്ക് കുറച്ച് എനിഹിലേറ്റിംഗ് പോളിനോമിയൽസ് ഒക്കെ ഡിസ്കസ് ചെയ്യാണ്ട്, മിനിമൽ പോളിനോമിയൽ നമ്മൾ സാധനം ഡിസ്കസ് ചെയ്യാണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഡെഫിനിഷൻ കിട്ടും ഡയഗണലൈസബിലിറ്റിന്റെ. അത് പല പല രീതിയിൽ നമുക്കത് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ. അപ്പൊ നമ്മൾ ഇപ്പൊ ഡയഗണലൈസബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ട്, അതായത് ടി ഡയഗണലൈസബിൾ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ടി is diagonalizable if there is a basis for v, each of which is actually a characteristic vector of t. അപ്പൊ നിങ്ങൾ തിരിച്ച് നമ്മൾ ഈ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നോക്കുകയാണെങ്കിൽ, ഈ ആദ്യത്തെ പ്രോബ്ലം എന്തായാലും നമുക്കറിയാം അത് ഐഗൻ വാല്യൂസ് ഇല്ല, അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഈ രണ്ടാമത്തെ പ്രോബ്ലം നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഈ രണ്ടാമത്തെ പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ ഈ മെട്രിക്സ് ഡയഗണലൈസബിൾ ആണോ? അപ്പൊ ഈസ് ദിസ് മെട്രിക്സ് ഡയഗണലൈസബിൾ? നമ്മൾ ആ ഒരു ഐഡിയ വെച്ച് പറയുകയാണെങ്കിൽ ഈ മെട്രിക്സ് ഡയഗണലൈസബിൾ ആണോ? ഇസ് ദിസ് മെട്രിക്സ് ഡയഗണലൈസബിൾ? ഈ മെട്രിക്സ് ഡയഗണലൈസബിൾ ആവണമെങ്കിൽ ഈ മെട്രിക്സ് ഏതൊരു ടീന്റെ മെട്രിക്സ് ആണ് ശരിക്കും. ഓക്കെ, നമ്മളൊരു സപ്പോസ് ഒരു ടി ഒരു R3 to R3 എടുത്തു. ഓക്കെ, we discussed about linear transformations, right? Suppose T is a mapping from R3 to R3, and and suppose this is a matrix corresponding to the T. Okay, this is a matrix corresponding to T. So we can say this T is not diagonalizable because T diagonalizable alla karanam. അപ്പോൾ ഈ മെട്രിക്സ് നിങ്ങൾ ഈ ഒരു മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ഈ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം, ഇതിന് നമ്മൾ ആൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി കണ്ടുപിടിച്ചപ്പോൾ, അതായത് നമ്മൾ ഐഗൻ വാല്യൂസ് കണ്ടുപിടിച്ചപ്പോൾ 3 ഐഗൻ വാല്യൂസ് കിട്ടി, 3 കിട്ടി, 1 2 2 എന്ന് കിട്ടി. പക്ഷേ ഈ വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഐഗൻ വെക്ടർ നമുക്ക് കിട്ടി. അതായത് ഐഗൻ വെക്ടർ 1 കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ 102. 102 ഒരു വെക്ടറാണ്. ഓക്കെ, 102 ഒരു വെക്ടറാണ്. അപ്പം 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെക്ടർ പറഞ്ഞാൽ നമ്മൾ ആ ബേസിസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് 102 എന്ന് കിട്ടി. ഇത് നമ്മൾ ആൽഫ 1 ആയിട്ട് എടുക്കാം. ശരിക്കും നമുക്കിത് ഡയഗണലൈസ് ചെയ്യണമെങ്കിൽ 3 വെക്ടേഴ്സ് വേണം, കാരണം അത് 3x3 മെട്രിക്സ് ആണല്ലോ. അല്ലെങ്കിൽ ഇത് R3 മാപ്പ് അതിനെ കൊണ്ട് 3 എലിമെന്റ്സ് വേണം ബേസിസ് ഫോം ചെയ്യാൻ, അല്ലെ? R3 ബേസിസ് ഫോം ചെയ്യണമെങ്കിൽ 3 എലിമെന്റ്സ് വേണം. പക്ഷെ ഇവിടെ നിന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1ന്റെ കേസിൽ നമുക്ക് ഒരു വെക്ടർ കിട്ടി, പക്ഷെ 2 എന്ന ഐഗൻ വാല്യൂവിന്റെ കേസിൽ നമുക്ക് ആകെ ഒരു വെക്ടർ മാത്രമേ കിട്ടിയുള്ളൂ, അല്ലെ? 1 1 2 എന്ന വെക്ടർ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പൊ ആൽഫ 2 ആയി. ആൽഫ 3 എന്ന എലിമെന്റ് ചൂസ് ചെയ്യാൻ നമ്മുടെ അടുത്തില്ല. ഓക്കെ, നമ്മുടെ അടുത്തില്ല. അപ്പം ശരിക്കും നമ്മൾ ഈ ഒരു മെട്രിക്സ് എടുത്തിട്ട് ഈ മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിച്ച് അതിന്റെ ഐഗൻ വെക്ടേഴ്സ് നമുക്ക് എക്സാക്ട്ലി ഇപ്പൊ ഈ കേസിൽ നമുക്ക് 2 കിട്ടിയിരുന്നെങ്കിൽ, 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഐഗൻ വെക്ടേഴ്സ് കിട്ടിയിരുന്നെങ്കിൽ അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മെട്രിക്സ് ഡയഗണലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ഇപ്പോൾ ഇവിടെ നമുക്കൊരു 3 വെക്ടേഴ്സ് കിട്ടുകയാണെങ്കിൽ ആ 3 വെക്ടേഴ്സും കൂടി നമ്മളൊരു മെട്രിക്സ് ആക്കി മാറ്റും. ഓക്കെ, ഈ നമ്മൾ സാറിന് അങ്ങനെ ചെയ്യാം, മെട്രിക്സ് ഡയഗണലൈസ് ചെയ്യുക അങ്ങനെയാണ്. നമ്മൾ മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കും, ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് 3 ഐഗൻ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് ഒരു 3x3 മെട്രിക്സ് ഫോം ചെയ്യാം, ആ 3 വെച്ചിട്ട്. ഓക്കെ, എന്നിട്ട് ആ മെട്രിക്സ് നിങ്ങൾ പി എന്ന് വിളിക്കുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മെട്രിക്സ് എ ആണെങ്കിൽ നിങ്ങൾ അഥവാ പി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻറ്റു പി കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. ആ ഡയഗണൽ മെട്രിക്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന്റെ ഐഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ, അതിന്റെ ഡയഗണൽ എൻട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഐഗൻ വാല്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബേസിക്കലി അങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് ഡയഗണലൈസ് ചെയ്യുക. ഓക്കെ, സോ ആ മെട്രിക്സ് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഏതോ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സ് R3 നമുക്ക് കിട്ടിയ മെട്രിക്സ് പറഞ്ഞാൽ യു നോ ദാറ്റ് there is a 1-1 relationship between the linear transformations and the matrix space, അല്ലേ? നമ്മൾ ഓൾറെഡി അത് പണ്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് എൽ വി ഡബ്ല്യു എഫ് എം ബൈ എൻ തമ്മിലും there is a 1-1 correspondence. അപ്പം ആ എൽ വി ഡബ്ല്യുവിന് വി എടുത്തു കഴിഞ്ഞാൽ എൽ വി വിയും എഫ് എം ബൈ എം, അതായത് എല്ലാ സ്ക്വയർ മെട്രിക്സസും ഓഫ് ഓർഡർ എമ്മും എൽ വി വി എന്ന സ്പേസും തമ്മിൽ there is a 1-1 relationship. ആൻഡ് വി ക്യാൻ ഷോ ദാറ്റ് ഇവിടെ കിട്ടിയ മെട്രിക്സ് പറഞ്ഞാൽ ഏതൊരു ടീന്റെ മെട്രിക്സ് ആണ്. അപ്പം ആ ടി ഡയഗണലൈസബിൾ ആണോ ചെക്ക് ചെയ്യാൻ നമ്മൾ ആ മെട്രിക്സ് ഡയഗണലൈസബിൾ ആണോ ചെക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ.
മെട്രിക്സ് ഡയഗണലൈസബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ പറയാം, അതായത് ഏതൊരു പി എക്സിസ്റ്റ് ചെയ്യും ഫോർ വിച്ച് പി ഇൻവേഴ്സ് എ പി എന്ന് പറഞ്ഞാൽ അത് ഡി ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ആ മെട്രിക്സ് സിമിലർ ടു ഡയഗണൽ, ഏതെങ്കിലും ഒരു ഡയഗണൽ മെട്രിക്സും സിമിലർ ആയിരിക്കും എന്ന് പറയാം. വി കൻ സേ എ മെട്രിക്സ് ഇസ് ഡയഗണലൈസബിൾ ഇഫ് ഇറ്റ് ഇസ് സിമിലർ ടു എ ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്നാൽ ഡയഗണൽ എൻട്രീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഐ മീൻ എക്സെപ്റ്റ് ഓൾ ഡയഗണൽ എൻട്രീസ് എവറിത്തിങ് വിൽ ബി സീറോ. അങ്ങനത്തെ ഒരു മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ ഈ മെട്രിക്സ് ഒരിക്കലും നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് അങ്ങനത്തെ ചോയ്സ് കിട്ടുന്നില്ല. 3 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വെക്ടേഴ്സ് കിട്ടണം, എന്നാലും നമുക്ക് ഇത് വെച്ചൊരു 3x3 മെട്രിക്സ് ഫോം ചെയ്തിട്ട് പി ഇൻവേഴ്സ് എ പി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് ഒരു ഡയഗണൽ മെട്രിക്സ് ആണോ ഇല്ലയെന്ന് കിട്ടും. അപ്പോൾ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ, ഈ നമ്മളിപ്പോൾ ഈ എടുത്ത പ്രോബ്ലത്തിലെ ഈ മെട്രിക്സ് ഏതൊരു ട്രാൻസ്ഫോർമേഷന്റെ ഒരു മെട്രിക്സ് ആണ്, പക്ഷേ ഓപ്പറേറ്ററിന്റെ മെട്രിക്സ് ആണ്, പക്ഷേ ഈ ടി ഡയഗണലൈസബിൾ അല്ല. ഓക്കെ, ഈ ടി ഡയഗണലൈസബിൾ അല്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? സർ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ഈ ഡയഗണലൈസബിലിറ്റി പണ്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് സർ. നമ്മൾ ഡിഗ്രിക്ക് പഠിക്കേണ്ടത്. ഡിഗ്രിയിലുണ്ട്. ഓക്കെ, സോ നമുക്ക് മെട്രിക്സ് ഡയഗണലൈസ് ചെയ്യുന്നത് അങ്ങനെയാണ്, നമ്മൾ പണ്ട് ചെയ്ത് അങ്ങനെയാണ്. അതായത് നമ്മൾ മെട്രിക്സ് എടുക്കും, അതിന്റെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കും, അതിന്റെ ഐഗൺ വെക്ടേഴ്സ് എടുത്തിട്ട് ആ ഐഗൺ വെക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ മെട്രിക്സ് ഫോം ചെയ്യുക. എന്നിട്ട് ആ മെട്രിക്സിനെ പി എന്ന് വിളിച്ചിട്ട് പി ഇൻവേഴ്സ് എ പി ചെയ്ത ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് ഒരു ഡയഗണൽ മെട്രിക് ഡയഗണലൈസബിൾ ആണെങ്കിൽ ഒരു ഡയഗണൽ മെട്രിക്സ് കിട്ടും. അപ്പോൾ ഈ ഒരു കണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഈ മെട്രിക്സ് ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ മെട്രിക്സ് ഒരിക്കലും ഒരു ഡയഗണലൈസബിൾ ഓപ്പറേറ്ററിന്റെ മെട്രിക്സ് അല്ല, അല്ലെങ്കിൽ ഈ മെട്രിക്സ് ഒരു ഡയഗണലൈസബിൾ മെട്രിക്സ് അല്ല. ഓക്കെ, ദർ ആർ മെനി cases where you can find diagonalizable matrices. So you can try from home, you just search in net ഏതെങ്കിലും 3x3 മെട്രിക്സ് എടുക്കുക. ഓക്കെ, എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഡയഗണലൈസബിൾ ആവുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് ചൂസ് ചെയ്യുന്ന എങ്ങനെ മനസ്സിലായല്ലോ അല്ലേ? ഈ ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, സോ അപ്പൊ ഞാൻ പറഞ്ഞ ആ ഇതിൽ ഒന്നുകൂടി പറയാം. സോ നമ്മുടെ ഡെഫിനിഷൻ, yeah, so T is actually a linear operator on a finite dimensional vector space V. We say that T is diagonalizable if there is a basis of V, each vector of which is a characteristic vector of T. Okay, so in general നമ്മളൊരു if I write it, so yeah, suppose we are discussing, നമ്മൾ 3x3 ന്റെ കേസ് ഞാൻ പറഞ്ഞു. സപ്പോസ് അതൊരു n/n vectors എന്ന, if we're getting if beta is something like alpha 1, alpha 2, etc., alpha n is a basis for V. It's a basis for V where each alpha I is actually a characteristic vector of T. Okay, and say T of alpha I എന്ന് പറഞ്ഞാൽ some Ci into alpha I ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആണെങ്കിൽ ടീന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ എന്ന മെട്രിക്സ് പറഞ്ഞ ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. അതാണ് എനിക്കിവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് വിൽ ബി ആക്ച്വലി എ diagonal matrix, something like we will get C1, C2, etc. We get Cn. ഇപ്പോൾ n ഡയമെൻഷണൽ ആയതുകൊണ്ട് ബാക്കി എല്ലാം സീറോ ആയിരിക്കും, ബാക്കി എല്ലാ എൻട്രീസും സീറോ ആയിരിക്കും. അപ്പൊ നിങ്ങൾ if beta is actually such a basis, if you have a basis like this for V, and where each alpha is a characteristic vector of T, and with T of alpha equal to Ci alpha I, then T in the matrix ഈ ഫോമിലായിരിക്കും ഉണ്ടാവുക. Okay,
അതൊരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം അങ്ങനെ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് പറയാം ടി ഈസ് ആക്ച്വലി എ ഡയഗണലൈസബിൾ ഓപ്പറേറ്റർ. സോ സപ്പോസ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ സി ഐസ് ഞാൻ പറഞ്ഞ സി ഐസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യാം, അങ്ങനത്തെ കേസൊക്കെ വരാം. ഓക്കെ, സപ്പോസ് നമുക്ക് പറയാം സി ഐസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യാം, എല്ലായ്പ്പോഴും അവർ ഡിസ്റ്റിങ്ക്റ്റ് ആയിക്കോണമെന്നില്ല. ഓക്കെ, അതെല്ലാം എപ്പോഴും ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിക്കോണമെന്നില്ല. And suppose we are getting like a basis beta for which in which CIs suppose ഒരു DI പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടി വിചാരിക്കാം. ഓക്കെ, CIs are repeating DI times. CIs എന്ന ഐഗൺ വാല്യൂസ് are repeating say DI times. അതായത് ഇപ്പം C1 എന്ന ഒരു D1 പ്രാവശ്യം, C2 ഒരു D2 പ്രാവശ്യം, അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കേസാണ് നമുക്ക് വരുന്നത്. വെച്ചാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എടുത്തു, നമുക്ക് അതിന് ഒരുപാട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് കിട്ടി, C1 എക്സെട്രാ സം CK, in which suppose CIs are repeating DI times. അങ്ങനെയെങ്കിൽ ആ ഒരു ആ ട്രാൻസ്ഫോർമേഷൻ ഒരു ഡയഗണലൈസബിൾ ഓപ്പറേറ്റർ ആണെങ്കിൽ, ആ ഓപ്പറേറ്റർ ഒരു ഡയഗണലൈസബിൾ ഓപ്പറേറ്റർ ആണെങ്കിൽ അതിന്റെ മെട്രിക്സ് ഫോം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് മെട്രിക്സ് ഫോമിലുണ്ടാവുക. ഓക്കെ, അതിന്റെ മെട്രിക്സ് പറഞ്ഞാൽ ഇപ്പോൾ ആ ടീന്റെ മെട്രിക്സ് എന്ന് പറയുമ്പം അത് ശരിക്കും ഇങ്ങനെയായിരിക്കും വരിക. ഒരു C1 I1 C2 I2 എക്സെട്ര ഒരു CK IK ഫോമില വരിക. ഓക്കെ, അതായത് ഈ മെട്രിക്സിന്റെ ബാക്കിയെല്ലാം സീറോസ് ആയിരിക്കും. സീറോ പറഞ്ഞാൽ സീറോ ബ്ലോക്സ് ആയിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ ബി സീറോ ബ്ലോക്സ്. സോ ദിസ് ഐ മീൻ ഇസ് സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് C1 അഥവാ ഒരു 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. അതായത് C1 കറസ്പോണ്ടിങ് ആയിട്ട് D1 എന്ന് പറഞ്ഞാൽ 3 ആണെങ്കിൽ നമുക്ക് കിട്ടുക പറഞ്ഞാൽ ഇവിടെ C1 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 ഇതൊരു ബ്ലോക്ക് ആയിട്ട് കിട്ടും. ആ മെട്രിക്സിന് ഒരു ബ്ലോക്ക്, ബാക്കിയൊക്കെ സീറോസ്. ബാക്കി ഇവിടെ ഫുള്ള് 0 0 0 മൊത്തം 0 വരും. അടുത്ത ബ്ലോക്ക് ഇപ്പോൾ C2 ഒരു 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യായിരിക്കും. അപ്പോൾ C2 ഇവിടെയും 0 ഇവിടെയും 0 ഒരു ബ്ലോക്ക് വരും, ബാക്കിയെല്ലാം സീറോസ്. ഓക്കെ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ CK ഒരു 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് CK ബാക്കിയെല്ലാം സീറോസ്. അതാണല്ലോ ശരിക്കും C1 ഇൻറ്റു I1 എന്ന് പറഞ്ഞാൽ എന്താ? C1 ഇൻറ്റു I1, I ഒരു 3/3 മെട്രിക്സ് ആണെങ്കിൽ എന്താ വരിക? അത് ആദ്യത്തെ മൾട്ടിപ്ലൈ അല്ലേ ചെയ്യുക, അപ്പം ഈ മെട്രിക്സ് അല്ലേ കിട്ടുക. അതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ ഓരോ ബ്ലോക്ക് ഫോമിൽ അത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത് ബ്ലോക്ക് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത് സിംഗിൾ എലിമെന്റ് അല്ല, ഇതൊരു മെട്രിക്സ് ആണ്. C1 I1 എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആണ്. അപ്പൊ C1 അഥവാ ഒരു എന്താ പറയാ D1 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, അതുപോലെ C2 ഒരു D2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, അതുപോലെ CK ഒരു DK ടൈംസ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ജനറൽ റെപ്രസെന്റേഷൻ ഈ ജനറൽ മെട്രിക്സ് ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ, ജനറൽ മെട്രിക്സ് ഇങ്ങനെ ഉണ്ടാവുന്നല്ല, ജനറൽ മെട്രിക്സ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാൽ ഞാനൊരു ചെറിയ കേസ് പറയാം. നമ്മൾ കഴിഞ്ഞൊരു എക്സാമ്പിൾ കിട്ടും. സപ്പോസ് നമുക്കൊരു എക്സാമ്പിൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ ഐഗൺ വാല്യൂസ് പറഞ്ഞാൽ 1ഉം 2ഉം 2 ആയിരുന്നു വിചാരിക്കാം. ആൻഡ് നമുക്ക് അതിന് ഡയഗണലൈസ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സിന്റെ T എങ്ങനെ വരാം? ഒരു മെട്രിക്സ് ഒരു ഓപ്പറേറ്റർ നമ്മുടെ കയ്യിലുണ്ട്, അതിന്റെ ഐഗൺ വാല്യൂസ് ഇതാണ്, R3 to R3 ആണ്. നമുക്ക് അതിന് ഡയഗണലൈസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു α1 α2 α3 അതിന്റെ ഐഗൺ വെക്ടേഴ്സ് കിട്ടി, വിച്ച് ഇസ് ആക്ച്വലി എ ബേസിസ് ഫോർ R3 സപ്പോസ്. അങ്ങനെയാണെങ്കിൽ T ബീറ്റ എങ്ങനെ ഉണ്ടാവുക? ഇതാണ് നമ്മൾ ബീറ്റ. T ബീറ്റ എങ്ങനെയാ വരിക? എങ്ങനെ ഉണ്ടാവുക T ബീറ്റ? പറയൂ. 100 100 020 020 002. 002 ഇത് മാത്രമേ വരുള്ളൂ ചാൻസ്? ഇങ്ങനെ വന്നൂടെ? ഇങ്ങനെ വന്നൂടെ? ഇങ്ങനെ വരാം, അല്ലെങ്കിൽ 200 020 001 ഇങ്ങനെയും വന്നൂടെ? ഇങ്ങനെയൊക്കെ വരാം അല്ലേ? അതെങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു 3 ആൽഫായിസ് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമ്മൾ മെട്രിക്സ് ചൂസ്, നമുക്ക് പല രീതിയിൽ ചൂസ് ചെയ്യൂടെ. α1 α2 α3 എന്ന് പറഞ്ഞാൽ നമ്മൾ മെട്രിക്സ് ഉണ്ടാക്കുമ്പം ആദ്യത്തെ കോളം α1, രണ്ടാമത്തെ കോളം α2, മൂന്നാമത്തെ കോളം α3 എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 3/3 മെട്രിക്സ് കിട്ടൂലേ? α1 α2 എന്ന് പറഞ്ഞാൽ ഒരു 3 വെക്ടേഴ്സ് ആണ്, 3/1 വെക്ടേഴ്സ് ആണ്. അപ്പൊ ഇത് ഇങ്ങനെ ചൂസ് ചെയ്താൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക്
ആൻഡ് ഈ ആൽഫ 1 1ന് കറസ്പോണ്ടിങ് ആയിട്ടും ആൽഫ 2 ആൽഫ 3 2ന് കറസ്പോണ്ടിങ് ആയിട്ടും ആണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും എനിക്ക് തോന്നി ഈ മെട്രിക്സാണ് കിട്ടുക. പക്ഷെ നിങ്ങൾക്ക് വേണത് ഇങ്ങനെ തന്നെ എടുക്കണം നിർബന്ധമല്ല, നിങ്ങൾക്ക് ഇത് മാറ്റിയെടുക്കാം. ആദ്യം ആൽഫ 2 എടുക്കാം, എന്നിട്ട് ആൽഫ 1 നടുക്കെടുക്കാം, എന്നിട്ട് ആൽഫ 3 ലാസ്റ്റ് എടുക്കാം. ഇങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് 3/3 മെട്രിക്സ് തന്നെ കിട്ടാം. അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതായത് നിങ്ങൾ പി എടുക്കേണ്ട ഇങ്ങനെ എടുക്കുക. അപ്പോൾ പി ഇൻവേഴ്സ് എ പി കാണുമ്പോൾ നിങ്ങൾക്ക് വേറെ ഡയഗണൽ മെട്രിക്സ് കിട്ടും. പക്ഷെ ആ മെട്രിക്സ് ഇങ്ങനെ ആയിക്കോണമെന്നില്ല, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. ഇവരൊക്കെ പ്രത്യേകത എന്താ, അതൊക്കെ സിമിലർ മെട്രിക്സ് ആണ്. ഓക്കെ, ഓൾ ദീസ് ആർ സിമിലർ മെട്രിക്സ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ മോളിൽ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ബ്ലോക്ക് ഫോമിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ, അതിന് വേണ്ടി ഞാൻ ഇത് പറഞ്ഞുള്ളൂ. കാരണം നമുക്ക് ഇത് ഏത് രീതിയിൽ വേണം വരാം, ഡയഗണലൈസ് ചെയ്യും. പക്ഷെ എല്ലാം ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ഏത് രീതിയിൽ വേണം വരാം, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ യു ചൂസ് യുവർ പി മെട്രിക്സ്. ഈ മെട്രിക്സ് ഈ ആൽഫ സിസ്റ്റം മെട്രിക്സ് ഫോം ചെയ്യല്ലോ, പി ഇൻവേഴ്സ് എ പി പി കാണാൻ, അതിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഓൾറെഡി ഇൻ എ ബ്ലോക്ക് ഫോം. നമ്മൾ മുകളിൽ പറഞ്ഞ ബ്ലോക്ക് ഫോമിലാണ്. അതായത് ആ ഫോമിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ബ്ലോക്ക് ഫോമിലല്ലേ, നിങ്ങൾ നോക്കൂ, അത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഫസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു ഐ. 1 ഇൻറ്റു ഐ എന്ന അവിടുത്തെ ഐ എന്ന് പറഞ്ഞാൽ 1/1 മെട്രിക്സ് ആണ്. അപ്പോൾ 1 ഇൻറ്റു ഐ. ഓക്കെ, ദിസ് ഐ ഈസ് ആക്ച്വലി എ 1/1 INT മെട്രിക്സ്. അത് 1 എന്ന് പറഞ്ഞ എൻട്രി മാത്രം. പിന്നുള്ളത് 0, പിന്നുള്ളത് ഈ ഫോമിൽ എനിക്ക് എഴുതാം. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഇവിടെ 0 എന്ന് എഴുതിയിട്ട് ബിഗ് 0 എന്ന് എഴുതിയിട്ട് ഇവിടെ ഞാൻ 2i എന്ന് കൊടുക്കുന്നു അല്ലേ. ഇത് 2i അല്ലേ ഈ കാണുന്ന കഷ്ണം. ഇങ്ങനെ ബ്ലോക്ക് ആക്കുക, ഇതുപോലെ ബ്ലോക്ക് ആക്കി ഞാൻ. അപ്പൊ ഇവിടെ ശരിക്കും ഇവിടെ 2 0 വരുന്നത്. ഓക്കെ, ദിസ് ഇസ് ആക്ച്വലി 2 zeros. ഇതൊരു ബ്ലോക്ക് ഫോമിലായില്ലേ. ഈ 2i അല്ലേ ഈ സാധനം, ഈ മെട്രിക്സ്. സോ ദാറ്റ് ഇസ് വാട്ട് ഐ ടോൾഡ് ദാറ്റ് ഇങ്ങനെ CI DI പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ബ്ലോക്ക് കിട്ടും, നമുക്കൊരു ബ്ലോക്ക് ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ ജനറൽ ഈ ഫോമിലായിരിക്കും അതിന്റെ ഒരു എന്താ പറയാ ടീന്റെ മെട്രിക്സ് ഉണ്ടാവുക. ഓക്കെ, ടീന്റെ മെട്രിക്സ് ആ ഒരു ഫോമിലാണ് ഉണ്ടാവുക. അപ്പോൾ അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. ഇത് പറഞ്ഞ മനസ്സിലായോ? എന്താ പറഞ്ഞത്? മനസ്സിലായിട്ടുണ്ട്. ബാക്കിയുള്ളവരെന്താ സ്ഥിതി? ആരൊന്നും ഉണ്ടെന്നല്ല, നിങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടോ? ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ വി ഗെറ്റ് ദിസ് സ്മോൾ റിസൾട്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്തായിരിക്കും? ഇപ്പൊ ഈ ടി ആ മെട്രിക്സിനെ എടുത്തല്ലോ, അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ ഒരു സപ്പോസ് ഒരു R3 to R3 ഒരു ട്രാൻസ്ഫോർമേഷൻ ഓപ്പറേറ്റർ എടുത്തു. അതിന്റെ ഡയഗണലൈസബിൾ ആണ്, നമുക്ക് അതിന് ഡയഗണലൈസ്ഡ് ഫോം ആയിട്ടുള്ള ഈ മെട്രിക്സ് കിട്ടി. അങ്ങനെയെങ്കിൽ ഈ മെട്രിക്സ് ഈ ടീന്റെ ആ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്തായിരുന്നത്? നമുക്ക് 1 2 2 കിട്ടണമെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്തായിരുന്നു? 3/3 മെട്രിക്സ് ആണ്, 3 ഐഗൺ വാല്യൂസ് ഉള്ളത്, 1 2 2. എന്തായിരുന്നു അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ? x minus 1 x minus 2 അങ്ങനെയാണോ? x minus 1 x minus 2 x minus 2 x minus 2 x minus 2. അതായത് നമ്മൾ ആ എന്താ ഡിറ്റർമിനന്റ് ഓഫ് xi minus a equal to 0 എന്ന് ഇക്വേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഒരു പോളിനോമിയൽ കിട്ടും 3/3 ഡിഗ്രി. ആ പോളിനോമിയൽ ഇതായിരിക്കും. എന്നാലും നമുക്ക് ഇത് ഈക്വൽ ടു 0 ആകുമ്പോൾ 3 സൊല്യൂഷൻ കിട്ടണ്ടേ, 1 2 2 എന്ന് കിട്ടണം, എന്നാലും നമുക്ക് കൂടെ ഇങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് മുമ്പേ നമ്മളിത് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചാൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു കേസ് ആണെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ പറയാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഇതിന്റെ ഇപ്പൊ ഈ കേസ് പറയുകയാണെങ്കിൽ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്താ വരിക? അപ്പോൾ x minus 1 into x minus 2 into x minus 2 എങ്ങനെ എഴുതാം? x minus 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എഴുതി കൂടെ? x minus 2 into x minus 2 x minus 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. അപ്പം ഇത് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഈ ബ്ലോക്കിന്റെ സൈസ് ഉണ്ടല്ലോ, 2/2 ആണ്, അതായത് D2 ആണ്. നമ്മൾ
ഇതിന്റെ കേസിൽ 1 D1 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, 2 D2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഈ മുകളിലത്തെ ജനറൽ കേസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് D2 ആണ്. അപ്പൊ ശരിക്കും ഈ പവർ എന്ന് പറയുന്നത് ശരിക്കും ഈ മുകളിൽ വരുന്ന ഈ പവർ പറഞ്ഞത് D1ഉം ഇവിടെ D2 ആണ് പവർ വരുന്നത്. അങ്ങനെയാണ് ഇത് 1ഉം 2ഉം വരുന്നത്. അപ്പൊ ഇൻ ജനറൽ നമ്മൾ പറയുമ്പോൾ ശരിക്കും നമുക്ക് പറയാം ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു കേസിൽ, അതായത് ഇങ്ങനത്തെ ഒരു മെട്രിക്സ് വരികയാണെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് കിട്ടുക എന്താ കിട്ടുക, എക്സ് മൈനസ് C1 റേസ് ടു D1 ഇൻറ്റു എക്സ് മൈനസ് C2 റേസ് ടു D2 എക്സെട്ര ഇൻറ്റു എക്സ് മൈനസ് CK റേസ് ടു DK. ഈ ഫോമിലായിരിക്കും നമ്മളെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ വരിക. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ വരിക. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? ഇൻ ജനറൽ, അതായത് ഇൻ ജനറൽ നിങ്ങളുടെ അടുത്ത് C1 C2 എക്സെട്ര CK ഉണ്ട്, കുറച്ച് ഐഗൻ വാല്യൂസ് ഉണ്ട്. അതിൽ C1 റിപ്പീറ്റ് ചെയ്യുന്നത് D1 പ്രാവശ്യം, C2 റിപ്പീറ്റ് ചെയ്യുന്നത് D2 പ്രാവശ്യം, എക്സെട്ര CK റിപ്പീറ്റ് ചെയ്യുന്നത് DK പ്രാവശ്യം. അങ്ങനെയാണ് സപ്പോസ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എങ്ങനെയായിരിക്കും? ഈ ഫോമിലേക്ക് ഉണ്ടാവുക, എക്സ് മൈനസ് C1 റേസ് ടു D1 എക്സ് മൈനസ് C2 റേസ് ടു D2 എക്സെട്ര എക്സ് മൈനസ് CK റേസ് ടു DK. ഓക്കെ, സോ അതും കൂടി ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് പറയാം. ഓക്കെ, നൗ ഫർദർ വിൽ മൂവ് ഓൺ. കുറച്ചും കൂടി റിസൾട്ട്സ് ഉണ്ട്. അതായത് ഈ ഒരു ഐഗൺ സ്പേസ് ഓഫ് ഐഗൺ വാല്യൂസ്, ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് ഐഗൺ വാല്യൂസ് ഉണ്ടാവും. അപ്പം ഈ ഐഗൺ വാല്യൂസിന്റെ ഒക്കെ എന്താ പറയാ, കറസ്പോണ്ടിങ് ഐഗൺ വെക്ടേഴ്സും ഉണ്ടാവും. അപ്പോൾ അതിന്റെ സ്പേസ് ഉണ്ടാവും, ഐഗൺ വെക്ടേഴ്സിന് സ്പേസ് ഉണ്ടാവും ഓരോ ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള. അപ്പൊ ഈ സ്പേസുകൾ തമ്മിൽ കുറച്ച് ഒരു ചെറിയൊരു പഠനം വി ഹാവ് ടു ഡു, സ്മോൾ സ്റ്റഡി ഹാസ് ടു ബി ക്യാരിഡ് ഔട്ട്. അപ്പൊ അതിന് റിലേറ്റഡ് ആയിട്ട് 2-3 റിസൾട്ട്സ് ഉണ്ട് പറയാൻ. അപ്പൊ അതും കൂടി ഈ ഒരു സെക്ഷനിൽ പറയാനുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ റിസൾട്ട് എന്ന് പറഞ്ഞ ഒരു ഇറ്റ്സ് ആക്ച്വലി എ ലെമ്മ. സോ ഓക്കെ, so it's actually a lemma which states something like this. So suppose, so P is a linear operator. Okay, P is a linear operator on a vector space V, and suppose that P alpha is equal to P alpha, and if F is any polynomial, if F is any polynomial, then F of T of alpha is actually equal to F of C of alpha. Okay, that F of T of alpha is equal to some F of C of alpha. So this we have to prove. So this is given as an exercise in the textbook. Okay, ഇത്രേ പറയുന്നുള്ളൂ. T is actually a linear operator, and we are getting C is actually a characteristic value of T, and alpha is the characteristic vector associated with alpha, sorry, with C. കാരണം T alpha C alpha ആണ്. T alpha equal to C alpha ആണെങ്കിൽ ഇതൊക്കെ പറയാം. ഓക്കെ, so if F is any polynomial, അങ്ങനെയാണെങ്കിൽ if F is any polynomial, what can we say about this, whether this is equal or not? അതാണ് ചോദ്യം. എങ്ങനെയൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യാം? എങ്ങനെ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും? How we can prove it? Can anyone tell the proof? ടെക്സ്റ്റ് എക്സസൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ എക്സ്പെക്ട് the students to prove it. So how we can prove that? എങ്ങനെയായിരിക്കും? How we can prove it? ഇതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ, വേറെ പുതിയതായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല.
Can anybody suggest? ആർക്കെങ്കിലും ട്രൈ ചെയ്യാം? Anybody is ready to try? അറിയുന്നത് പറയാം, നമുക്ക് കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാം. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഒബിയസ്ലി നമുക്കൊരു പോളിനോമിയൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അത് വെച്ചാണ് പ്രൂഫ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണമെങ്കിൽ. Okay, so let us see. So if f is any polynomial, so let me take a polynomial. We take an polynomial, say my f of x I'll take as say some a0 plus a1x plus a2x square etc plus some atx power t. Okay, let me take a polynomial like this. Then what they're telling is if t alpha is equal to c alpha and f is any polynomial, then f of t acting on alpha is equal to f of c times alpha. അപ്പം ടി ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ടി ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ എഫ് ഓഫ് ടി ലീനിയർ ഓപ്പറേറ്റർ ആണോ? അതായത് എഫ് ഓഫ് ടി എന്ത് വരും? ഇപ്പൊ ഞാൻ ടി എക്സ് എഫ് ഓഫ് എക്സ് ഇങ്ങനെ എടുത്താൽ എഫ് ഓഫ് ടി എന്താ കിട്ടുക നമുക്ക്? എ നോട്ട് പ്ലസ് a1 t plus a2 t square etc plus some at into t power t. Okay, and ഇവിടെ ശരിക്കും എന്താ വരിക? ഇത് ശരിക്കും ഒരു ലീനിയർ ഓപ്പറേറ്റർ ആയോ എഫ് ഓഫ് ടി? ഇവിടെ ഒരു ഐ കൂടി കൊടുക്കണം നമ്മൾ. ഇതൊരു കോൺസ്റ്റന്റ് അല്ലേ? ഓക്കെ, ഇവിടെ ഐ കൂടി കൊടുക്കണം. അപ്പം എഫ് ഓഫ് എക്സ് ഇതാണെങ്കിൽ എഫ് ഓഫ് ടി പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും എഴുതാൻ. അതായത് എക്സിന് പകരം ടി കൊടുക്കുക. പിന്നെ ഇവിടെ ഐഡന്റിറ്റി ഓപ്പറേറ്റർ കൂടി ഇൻക്ലൂഡ് ചെയ്യണമല്ലോ കോൺസ്റ്റന്റ് വരുന്നതായിട്ട്. അപ്പൊ ഇതാണ് എഫ് ഓഫ് എക്സ്. ഇങ്ങനത്തെ ഒരു പോളിനോമിയൽ എടുത്താൽ ഇതായിരിക്കും എഫ് ഓഫ് ടി. എന്തായിരിക്കും എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ? എഫ് ഓഫ് സി പറഞ്ഞാൽ സി ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇത് എന്തായിരിക്കും? എ നോട്ട് പ്ലസ് a1 ഇൻറ്റു എക്സിന് പകരം സി കൊടുക്കുക പ്ലസ് a2 ഇൻറ്റു സി സ്ക്വയർ എക്സെട്ര പ്ലസ് at ഇൻറ്റു ടി സോറി ടി അല്ല സി പവർ ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഹൗ വി ക്യാൻ പ്രൂവ് ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. എങ്ങനെയാ അത് പ്രൂവ് ചെയ്യാം? നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ ഒരു എസൻസ് എന്താ ചെയ്യുന്നത് കിട്ടും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ശരിക്കും ഇവിടെ ആസ് എ ഹോൾ നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി? ഈ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ ഈ സ്റ്റേറ്റ്മെന്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായോ? ഇല്ല സർ, മനസ്സിലായിട്ടില്ല. അപ്പൊ ഒരു മെട്രിക്സ് സെൻസ് നിങ്ങൾ ഞാൻ ഒരു കാര്യം ചോദിക്കാം. അപ്പൊ മെട്രിക്സ് സെൻസിൽ പറയുകയാണെങ്കിൽ ഇപ്പം എ എന്നൊരു ഐഗൻ മെട്രിക്സ് ഉണ്ട്, ഒരു മെട്രിക്സ് ഉണ്ട്. നിങ്ങൾക്ക് അതിന്റെ ഐഗൻ വാല്യൂ എക്സ്, ഒരു സി എന്ന ഐഗൻ വാല്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ അറിയാം? എ എക്സ് ഈക്വൾ ടു സി എക്സ് ആയിരിക്കും ഫോർ സം നോൺ സീറോ എക്സ് ഈക്വൾ സം നോൺ സീറോ എക്സ് അല്ലേ? ഏതൊരു എക്സ് നോട്ട് ഈക്വൾ ടു സീറോ സി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സപ്പോസ് എഫിൽ എ എക്സ് ഈക്വൾ ടു സി എക്സ് ആണെങ്കിൽ നമുക്ക് പറയാം പി ഇസ് എൻ ഐഗൻ വാല്യൂ ഓഫ് എ. ഇത് ശരിയല്ലേ? ഇത് ശരിയല്ലേ? അങ്ങനെയല്ല നമ്മൾ ഐഗൻ വാല്യൂ ഡിഫൈൻ ചെയ്യുന്നത് മെട്രിക്സിന്റെ. ശരിയാണ്. ശരിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ സ്ക്വയറിന്റെ ഐഗൻ വാല്യൂ എന്തായിരിക്കും? എ സ്ക്വയറിന്റെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ അടുത്ത ഭാഗത്ത് രണ്ട് സ്ഥലത്തും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എ എന്ന മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, സി എക്സ് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, അപ്പൊ ഇതെന്തായി മാറി? എ സ്ക്വയർ ആയി. എ സ്ക്വയർ എക്സ് ഈക്വൽ ടു ഇത് എ ഇൻറ്റു സി എക്സ് ആണ്. നമ്മൾ മനസ്സിലുണ്ടാവണം എ ഒരു മെട്രിക്സ് ആണ്, ഒരു എൻ ബൈ എൻ മെട്രിക്സ് ആണെങ്കിൽ സി ഒരു കോൺസ്റ്റന്റ് ആണ്, എക്സ് എന്ന് പറഞ്ഞ ഒരു എൻ ബൈ വൺ വെക്ടർ ആണ്. അപ്പൊ ഈ സി ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈ സി ഇവിടെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് തെറ്റുണ്ടോ? ഇല്ല സർ. ഇല്ല. അപ്പൊ എനിക്ക് ഈ സീനെ ഇവിടെ എടുത്തിട്ട് തെറ്റില്ല. അപ്പൊ എനിക്ക് ഇതിനെ സി ഇൻറ്റു എ ഇൻറ്റു എക്സ് എഴുതാം. വേറെ എ എക്സ് എന്താ സാധനം? എ എക്സ് ഓൾറെഡി നമുക്കറിയാം സി എക്സ് ആണെന്നറിയാം അല്ലേ? കാരണം എന്റെ ഐഗൻ വാല്യൂ ആണ് സി. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സി ഇൻറ്റു എ എക്സ് സി എക്സ് അതിനെ കൊണ്ട് സി ഇൻറ്റു സി എക്സ് എഴുതാം. സി ഇൻറ്റു സി എക്സ് എഴുതാം. അപ്പൊ ശരിക്കും എന്താ? സി സ്ക്വയർ എക്സ് ആയി ഇല്ലേ? സി സ്ക്വയർ എക്സ് ആയില്ലേ? ഇതന്നെ നമുക്ക് ആ ലീനിയർ ട്രാൻസ്മിഷൻ ടേംസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ലീനിയർ ട്രാൻസ്മിഷൻ ടി എക്സ് ഇസ് ഈക്വൽ ടു സി എക്സ് ആണ്. ഓക്കെ, സി ഇസ് ഐഗൻ വാല്യൂ ഓഫ് ലീനിയർ ഓപ്പറേറ്റർ ടി എങ്കിൽ ഏതൊരു എക്സിന് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ സി ഇൻ എഫ് ടി എക്സ് സി എക്സ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ടി ഓപ്പറേറ്റ് ചെയ്യാം രണ്ട് ഭാഗത്തും.
you are finding t of x. Okay, so t of cx. ടി എഫ് എക്സ് അവിടെ എലിമെന്റ് ടി എഫ് എക്സ് അവിടെ എലിമെന്റ് ടി എഫ് എക്സ് വിയിൽ എലിമെന്റ് ആണ്. അപ്പൊ യു ക്യാൻ ഓപ്പറേറ്റ് ടി ഓൺ ദറ്റ് എലിമെന്റ്, നോ പ്രോബ്ലം. ടി എക്സ് എന്നാലും നിങ്ങളെ വെക്ടർ സ്പേസിലെ എലിമെന്റ് ആണ്, സി ഇൻറ്റു എക്സ് ആണ്. സി സ്കെയിലർ ടൈംസ് എക്സ്. അപ്പോൾ വെക്ടർ സ്പേസ് എലിമെന്റ് ടി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൊന്നുമില്ല. അപ്പം ഇത് ശരിക്കും ടി ലീനിയർ ഓപ്പറേറ്റർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ടി സി ഇൻറ്റു ടി എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇത് ടി ഇൻറ്റു ടി എക്സ് ശരിക്കും എന്താ, ടി കോമ്പോസിഷൻ ടി എക്സ് ആണ് അല്ലെ. ടി ആക്ടിങ് ഓൺ ടി എക്സ് പറഞ്ഞാൽ ടി കോമ്പോസിഷൻ ടി ആക്ടിങ് ഓൺ എക്സ്. ടി കോമ്പോസിഷൻ ടി നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? പെട്ടെന്ന് പറയും, നമുക്ക് ക്ലാസ് തീർക്കണ്ടേ, 11:30. ടി കോമ്പോസിഷൻ ടി എങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ടി കോമ്പോസിഷൻ ടി നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു? ടി കോമ്പോസിഷൻ ടി നമ്മൾ ടി സ്ക്വയർ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. ടി സ്ക്വയർ ടി ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടി സ്ക്വയർ പറഞ്ഞാൽ ടി കോമ്പോസിഷൻ ടി ആണ്, ടി ക്യൂബ് പറഞ്ഞാൽ ടി കോമ്പോസിഷൻ ടി ആണ് അല്ലേ. സോ ഈസ് നത്തിങ് ബട്ട് ടി സ്ക്വയർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ടി എക്സ്, സി ഇൻറ്റു ടി എക്സ് ആൻഡ് ടി എക്സ് ഇസ് ഓൾറെഡി സി എക്സ്. സി ഇൻറ്റു സി എക്സ് എന്ന് വരും. അപ്പൊ നമുക്ക് സി സ്ക്വയർ എക്സ് എന്ന് കിട്ടും. അതായത് സി ഐഗൻ വാല്യൂ ഓഫ് ടി ആണെങ്കിൽ സി സ്ക്വയർ ഇസ് ഐഗൻ വാല്യൂ ഓഫ് ടി സ്ക്വയർ. ശരിയല്ലേ? സെയിം ഐഗൻ വെക്ടർ ചേഞ്ച് ആവുന്നില്ല, ഐഗൻ വെക്ടർ എക്സ് തന്നെയാണ്, ചേഞ്ച് ആവുന്നില്ല. അതായത് ടി ഐഗൻ വാല്യൂ ഓഫ് ടി ആണെങ്കിൽ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി ആണെങ്കിൽ വിത്ത് an ഐഗൻ വെക്ടർ സി എക്സ്, then സി സ്ക്വയർ വിൽ ബി an ഐഗൻ വാല്യൂ ഓഫ് ടി സ്ക്വയർ വിത്ത് ഐഗൻ വെക്ടർ എക്സ്. ശരിക്കും നമ്മൾ മോളുടെ റിസൾട്ടിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. മോളുടെ റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ പോളിനോമിയൽ, നമ്മൾ എടുക്കുന്ന പോളിനോമിയൽ എസ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ മോൾ എന്താ പറയുന്നത്? മോള് പറയുന്നത് എന്താ വെച്ചാൽ ടി ആൽഫ ഇസ് ഈക്വൽ ടു ടി ആൽഫയിൽ എടുത്തിരിക്കുന്നത് ടി ആൽഫ ഇസ് ഈക്വൽ ടു സി ആൽഫ ആണെങ്കിൽ എഫ് ഓഫ് ടി ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സി ഓഫ് ആൽഫ ആയിരിക്കും പറയുന്നത്. അത് ഇവിടെ എടുക്കേണ്ട പോളിനോമിയൽ നമ്മൾ ജസ്റ്റ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എസ് സ്ക്വയർ എന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ. എഫ് ഓഫ് എക്സ്, അത് നമുക്ക് എക്സ് കൊടുക്കാം, ടി കൊടുക്കാം, എന്ത് വേണം കൊടുക്കാം അവിടെ വേരിയബിൾ. ഞാൻ എസ് കൊടുത്തു, കാരണം മൊത്തം എക്സും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതിന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് എസ് എന്ന് കൊടുത്തു. അപ്പൊ നമ്മൾ പോളിനോമിയൽ എസ് സ്ക്വയർ പോളിനോമിയലാണ്. അപ്പൊ അത് ശരിയാണ് നോക്കൂ നിങ്ങൾ, ഇത് ശരിയാണെന്ന് നമുക്കറിയാം. ഇത് ശരിയാണെങ്കിൽ ഇത് ശരിയാവുന്നില്ല. എഫ് ഓഫ് ടി എന്താ വരിക? എഫ് ഓഫ് ടി പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എസിന് ടി കൊടുത്താൽ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ വരിക? ടി സ്ക്വയർ എന്ന് വരും അല്ലെ. എഫ് ഓഫ് സി എന്താ വരിക? സി കൊടുത്താൽ സി സ്ക്വയർ എന്ന് വരും. നമുക്കിത് കിട്ടിയോ? ടി സ്ക്വയർ ആൽഫ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ആൽഫ എന്ന് മോള് കിട്ടിയോ? ഇവിടെ കിട്ടിയോ? കിട്ടിയോ? അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു ജനറൽ പോളിനോമിയൽ, ഇതിപ്പോ ഒരു ചെറിയൊരു പോളിനോമിയൽ എടുത്തു, എക്സ് സ്ക്വയർ മാത്രം എടുത്തു, എന്നിട്ടാണ് നമ്മൾ ശരിക്കും ഇത് പ്രൂവ് ചെയ്തത്. നമുക്ക് ആ മോൾ റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. പക്ഷെ നമുക്ക് ശരിക്കും പ്രൂവ് ചെയ്യേണ്ടത് ഇൻ ജനറൽ ആണ്, അത്രേ ഉള്ളൂ. അതേ വ്യത്യാസമുള്ളൂ. ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് ടി എന്ന ഒരു ലീനിയർ ഓപ്പറേറ്ററിന്റെ സി ഒരു ഐഗൻ വാല്യൂ ആണ് വിത്ത് റെസ്പെക്ട് ടു ആൽഫ എങ്കിൽ ഒരു പോളിനോമിയൽ നിങ്ങൾ ഏത് പോളിനോമിയൽ എടുത്താലും എഫ് ഓഫ് ടി എന്ന ഓപ്പറേറ്റർ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കേസിൽ ടി സ്ക്വയർ വന്നു. ഇപ്പൊ ഞാൻ എസ് സ്ക്വയർ പ്ലസ് എസ് എന്ന് എടുക്കായിരുന്നെങ്കിൽ ഓപ്പറേറ്റർ ടി സ്ക്വയർ പ്ലസ് ടി ആയി പോയിരുന്നു. മനസ്സിലായോ? ആ രീതിയിൽ. അപ്പൊ ഏതൊരു എഫ് നിങ്ങൾ എടുത്താലും ആ എഫ് ഓഫ് ടി ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എഫ് ഓഫ് സി ഓഫ് ആൽഫ ആയിരിക്കും. അതായത് ആ ഓപ്പറേറ്റർ ഇൻറ്റു ആൽഫ വിൽ ബി ഈക്വൽ ടു ആ കോൺസ്റ്റന്റ് ഇൻറ്റു ആൽഫ. അതായത് ഇത് ഈ എഫ് ഓഫ് സി ഈ എഫ് ഓഫ് ടിന്റെ ഐഗൻ വാല്യൂ ആയി മാറും. ആൻഡ് ആൽഫ വിൽ ബി ദ കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ. അങ്ങനെയാണ് ശരിക്കും നമ്മൾ ഈ പ്രൂഫ് കൊണ്ട് ഉദ്ദേശിക്കുന്ന മെയിൻ ആയിട്ടുള്ള മീനിങ്. ഓക്കെ, ഡി അണ്ടർസ്റ്റാൻഡ്? ഇപ്പൊ നമുക്ക് പ്രൂഫ് എന്താ മനസ്സിലായോ? എന്താ ചെയ്യാൻ പോകുന്നത് മനസ്സിലായോ? ഇവിടെ ജനറൽ ആയിട്ടുള്ള പോളിനോമിയൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, ജനറൽ പോളിനോമിയൽ എടുത്തിരിക്കുന്നത് ജനറൽ പോളിനോമിയൽ നമുക്ക് പ്രൂവ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ അത് സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ടഫ് ടു ഡു ഇറ്റ്. സോ എഫ് ഓഫ് എക്സ് ഇങ്ങനെ പോളിനോമിയൽ എടുത്താൽ എഫ് ഓഫ് ടി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് സി ഇസ് എ നോട്ട് പ്ലസ് എ വൺ സി പ്ലസ് എ ടു സി സ്ക്വയർ പ്ലസ് എ ടി സി ഫോർ ടി. സോ ദിസ് ഇസ് ട്രൂ. അപ്പൊ ഇത് ട്രൂ ആണ് നമുക്ക് കിട്ടി അല്ലെ. ടി സ്ക്വയറിന്റെ കേസിൽ നമുക്ക് ട്രൂ ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടി എക്സ് ഈക്വൽ ടു സി എക്സ് ആണെങ്കിൽ, ഓക്കെ, ടി എക്സ് ഈക്വൽ ടു സി എക്സ് ആണെങ്കിൽ ടി പവർ സം കെ എന്തായിരിക്കും? ടി പവർ സം കെ എക്സ് എന്തായിരിക്കും? ഇതേപോലെ അത് ടി പവർ കെ എക്സ് പറഞ്ഞാൽ സം സി പവർ കെ ഇൻറ്റു എക്സ് എന്ന് കിട്ടും. ഇത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അതിനെ അപ്ലൈ ചെയ്യാം. എങ്ങനെ അപ്ലൈ ചെയ്യണം? നിങ്ങൾ വീണ്ടും ടി അപ്ലൈ ചെയ്യുക. ടി കോമ്പോസിഷൻ ടി സ്ക്വയർ എക്സ് എടുക്കുക. ടി സ്ക്വയർ എക്സ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം സി എക്സ് ആണെന്ന് അറിയാം. അപ്പൊ ടി രണ്ട് ഭാഗത്തും നമ്മൾ ടി ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് എന്താവും? ഇത് ടി ക്യൂബ് എക്സ് എന്നാവും. ഇത് സി ഇൻറ്റു ടി ഓഫ്
സി സ്ക്വയർ എക്സ് അല്ല, സി സ്ക്വയർ ടി എക്സ് എന്ന് വരും. ടി എക്സ് ഓൾറെഡി സി എക്സ് ആയതിനെ കൊണ്ട് പിന്നെയും സി സ്ക്വയർ ഇൻറ്റു സി എക്സ് ആയത് സി ക്യൂബ് എക്സ് എന്ന് വരും. അപ്പൊ ഇൻ ജനറൽ നിങ്ങൾക്ക് ഇത് ടി പവർ കെ എക്സ് എന്നാൽ സി പവർ കെ എക്സ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ടി പവർ കെ എക്സ് പറഞ്ഞാൽ സി പവർ കെ എക്സ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഇൻ ദാറ്റ് ഫാഷൻ യു ഹാവ് ടു attempt this proof. Okay, in that fashion you have to attempt this proof. So ഇത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ, ലീനിയർ ഓപ്പറേറ്റർ ആണോ ഈ എഴുതിയിരിക്കുന്ന സാധനം? ടി ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ ടി സ്ക്വയർ ലീനിയർ ഓപ്പറേറ്റർ ആണോ? അതെ സർ. അതെ, നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടി ലീനിയർ ഓപ്പറേറ്റർ യു ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ ടി പ്ലസ് യു ലീനിയർ ഓപ്പറേറ്റർ ആണോ? എൽ ബി വി എന്ന സ്പേസിലാണ് ഈ യുവും ടി എടുക്കുന്നത്. എല്ലാ ഓപ്പറേറ്റേഴ്സ് ആണ് വിയിലുള്ള ഓവർ വി. അങ്ങനെ ഇത് ലീനിയർ ഓപ്പറേറ്റർ ആണോ? ആണ്. ഇത് നമ്മളെ എൽ വി വിയിലെ സ്പേസിലെ എലിമെന്റ്സ് ആണ്. അപ്പോൾ ഒബിയസ്ലി നമ്മൾ ഇങ്ങനെയായിരുന്നു പ്ലസ് ഡിഫൈൻ, ഓർമ്മ ഉണ്ടെങ്കിൽ പ്ലസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ടി പ്ലസ് യു ഓഫ് ആൽഫ വിൽ ബി ഈക്വൽ ടു ടി ആൽഫ പ്ലസ് യു ആൽഫ എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ നിങ്ങൾ ഇത്ര മനസ്സിൽ വെക്കേണ്ടത് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്പേസ് ഇതായിരുന്നു, എൽ വി ഡബ്ല്യു ആയിരുന്നു. അതിലായിരുന്നു നമ്മൾ പക്ഷെ ആ ഡബ്ല്യൂന് വി എടുത്താൽ ഇതെല്ലാം ഹോൾഡ് ചെയ്യും. ഓക്കെ, അപ്പം ഇൻ ജനറൽ ഇതും അപ്പൊ ഈ യു ഒരു ടി സ്ക്വയർ ആയിരുന്നെങ്കിൽ ടി പ്ലസ് ടി സ്ക്വയർ, ഈ യു ഒരു ടി സ്ക്വയർ ആയിരുന്നെങ്കിൽ അതും ലീനിയർ ഓപ്പറേറ്റർ ആണ് അല്ലേ? കാരണം യു ഇസ് ആക്ച്വലി എലിമെന്റ് ഇൻ എൽ വി വി. ടി കോമ്പോസിഷൻ ടി എന്ന വീണ്ടും ലീനിയർ ഓപ്പറേറ്റർ ആണ് വിന്റെ മുകളിൽ. ടി ഇസ് ഫ്രം വി ടു വി. ടി കോമ്പോസിഷൻ ടി പറഞ്ഞാൽ അതും ലീനിയർ ഓപ്പറേറ്റർ ആണ്. ടി സ്ക്വയർ ഇസ് ഓൾസോ ഹാവിംഗ് ഫ്രം വി ടു വി. സോ വാട്ട് വി ഗെറ്റ് ഇസ് this is generally, or this is actually f of t എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, അതൊരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. f of t ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. ഓക്കെ, സോ വാട്ട് വി ഹാവ് ടു പ്രൂവ് നൗ, f of t of ആൽഫ എന്ന് പറഞ്ഞാൽ f of c of ആൽഫ ആണെന്നാണ്. അത് ശരിയാണ്. അപ്പം ഇതിലൊരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ കൂടി വരുന്നുണ്ട്, അതും കൂടി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അത് രണ്ടും കൊണ്ട് പിന്നെ പ്രൂഫ് ആയല്ലോ, നേരിട്ട് എഴുതിയാൽ മതി. എന്താണ് അത് പറയുന്നത്? ഇപ്പൊ ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ ആണെങ്കിൽ എന്താ പറയുന്നത് അവിടെ? കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് ടി, അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സപ്പോസ് നമുക്ക് സപ്പോസ് യു ടേക്ക് സം എന്താ കോൺസ്റ്റന്റ് എടുക്കാം, നമുക്ക് എസ് എടുക്കാം. ഇപ്പോൾ എസ് ടൈംസ് ടി, ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ ആണെങ്കിൽ ടി എസ്, ഇത് ടി ആൽഫ സി ആൽഫ നമ്മൾ കയ്യിലുണ്ട്. ഞാൻ എസ് എന്നൊരു കോൺസ്റ്റന്റിനോട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഐ എം മൾട്ടിപ്ലൈയിങ് വിത്ത് എ കോൺസ്റ്റന്റ് എസ്. വാട്ട് യു ഗെറ്റ്? S into T, S into T alpha is equal to S into C alpha. S is a constant. Okay, S is a constant. Okay, അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എസ് ടി എന്ന ഓപ്പറേറ്റർ ആക്ടിങ് ഓൺ ആൽഫ എന്ന് പറയാം. ഇത് ശരിക്കും എസ് ഇൻറ്റു സി എന്ന കോൺസ്റ്റന്റ് ഇൻറ്റു ആൽഫ എന്ന് പറയും. അപ്പം ടി എന്ന ഒരു ലീനിയർ ഓപ്പറേറ്ററിന്റെ ഐഗൻ വാല്യൂ സി ആണ്, കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ ആൽഫ ആണെങ്കിൽ എസ് ടി, അതായത് 5t 6t അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്പറേറ്റർ, ഓക്കെ, 5t എന്ന ഓപ്പറേറ്റർ അല്ലെങ്കിൽ 6t എന്ന ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഏതൊരു കോൺസ്റ്റന്റ് ടി എന്ന ആ ഓപ്പറേറ്ററിന്റെ ഐഗൻ വാല്യൂ പറഞ്ഞാൽ എസ് സി ആയിരിക്കും. നിങ്ങൾക്ക് അറിയാം, നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ മെട്രിക്സ് ചെയ്യാറില്ല. നമ്മൾ ഒരു മെട്രിക്സ് എടുക്കുകയാണ്, സപ്പോസ് ആ മെട്രിക്സിന്റെ ഒരു ഐഗൻ വാല്യൂ എ ആൽഫ എന്ന് നമുക്ക് സപ്പോസ് കിട്ടിയത് ഇപ്പോൾ 2 ആൽഫ എന്ന് വിചാരിക്കാം ആ മെട്രിക്സിന്റെ. അങ്ങനെയാണെങ്കിൽ 5a എന്ന മെട്രിക്സിന്റെ ഐഗൻ വാല്യൂ എന്തായിരിക്കും? 5a എന്ന മെട്രിക്സിന്റെ ഐഗൻ വാല്യൂ കാണാൻ 5 ഇൻറ്റു എ ആൽഫ ചെയ്യാം, ഇത് ബി ഈക്വൽ ടു 5 ഇൻറ്റു 2 ആൽഫ എന്ന് എഴുതാം. അപ്പോൾ ഇത് ശരിക്കും 5a ഇൻറ്റു ആൽഫ വിൽ ബി ഈക്വൽ ടു 10 ഇൻറ്റു ആൽഫ എന്ന് വരും. അതായത് 5a എന്ന മെട്രിക്സിന്റെ ഐഗൻ വാല്യൂ പറഞ്ഞാൽ 10 ആയിരിക്കും. അപ്പോൾ ഇൻ ജനറൽ എ എന്ന മെട്രിക്സിന്റെ ഐഗൻ വാല്യൂ സി ആണെങ്കിൽ കെ എ എന്ന മെട്രിക്സിന്റെ ഐഗൻ വാല്യൂ കെ ഇൻറ്റു സി ആയിരിക്കും. ഇതൊക്കെ നമ്മൾ പല ഇതിലും യൂസ് ചെയ്യുന്ന പ്രൂഫിലൊക്കെ പിന്നെ നെറ്റിനൊക്കെ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. എ എന്ന മെട്രിക്സിന്റെ ഐഗൻ വാല്യൂ സി ആണെങ്കിൽ 5a അല്ലെങ്കിൽ കെ എ എന്ന മെട്രിക്സിന്റെ ഐഗൻ വാല്യൂ കെ സി ആയിരിക്കും. അതിനൊക്കെ പ്രൂഫ് ഇതാണ്, സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ്. കാരണം എ ആൽഫ പറഞ്ഞ 2 ആൽഫയാണ്. അപ്പോൾ ഓബിയസ്ലി 2 ഭാഗത്ത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്നത് 5 ടൈംസ് എ എന്ന മെട്രിക്സിന്റെ ഐഗൻ വാല്യൂ പറഞ്ഞാൽ 10 ആണ്. ഇറ്റ്സ് സെയിം ഐഗൻ വെക്ടർ ആൽഫ. ഓക്കെ, ആ രീതിയിൽ. സോ വാട്ട്സ് ദ ടൈം നൗ? 11:40. Okay, so this is that means if you take T alpha is equal to C alpha and you take the linear operator
അത് ഇവിടെ നമ്മൾ പോളിനോമിയൽ എടുത്തപ്പോൾ എന്താണ് എഫ് ഓഫ് എക്സ് എന്ന പോളിനോമിയൽ എടുത്തത് എന്താണ് എസ് ഇൻറ്റു എക്സ്. എസ് ഒരു കോൺസ്റ്റന്റ് ആണ്, എസ് ഇൻറ്റു എക്സ്. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ എടുത്ത പോളിനോമിയൽ. അപ്പം എഫ് ഓഫ് ടി എന്ന നിങ്ങളെ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ലീനിയർ ഓപ്പറേറ്റർ പറഞ്ഞാൽ എന്തായിരിക്കും? എസ് ടി ആയിരിക്കും. ഇനി ടിന്റെ ഐഗൻ വാല്യൂ സി ആണെങ്കിൽ എഫ് ഓഫ് സി എന്തായിരിക്കും? അതായത് എസ് സി എന്ന സാധനം ഇതായിരിക്കും നിങ്ങളെ ഐഗൻ വാല്യൂ. അതെല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടിയത് അല്ലെ? എഫ് ഓഫ് ടി ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി ഓഫ് ആൽഫ എന്നല്ലേ കിട്ടിയേ? ഇവിടെ നമുക്ക് കിട്ടിയതല്ലേ? എസ് ടി ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു എസ് സി ഓഫ് ആൽഫ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇത് രണ്ടും നമ്മൾ മേക്കപ്പ് ചെയ്തു. അതായത് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് ടി എടുത്താലും എങ്ങനെയാ അതിന്റെ ഐഗൻ വാല്യൂസ് കിട്ടുക, അതുപോലെ ഇതിന്റെ പവേഴ്സ് പറയുമ്പോൾ കോമ്പോസിഷൻ എടുക്കുമ്പോൾ എങ്ങനെയാ അതിന്റെ പ്രൂഫ് വരാന്ന് കണ്ടു. അപ്പം ടി ഒരു ഐഗൻ വാല്യൂ, ടി ഒരു ഐഗൻ വെക്ടർ ആണ്, ടി സ്ക്വയർ ഐഗൻ വെക്ടർ, സോറി ടി ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്, ടി സ്ക്വയർ ലീനിയർ ഓപ്പറേറ്റർ ആണ്, A1 ടി വേറെ ലീനിയർ ഓപ്പറേറ്റർ ആണ്, A2 ടി സ്ക്വയർ വേറെ ലീനിയർ ഓപ്പറേറ്റർ. അപ്പൊ അതിന്റെ സമ്മും ലീനിയർ ഓപ്പറേറ്റർ ആണ്. ഇൻ ദാറ്റ് സെൻസ് ദിസ് ഹോൾ തിങ് ഇസ് എ ലീനിയർ ഓപ്പറേറ്റർ. നൗ യു ക്യാൻ ഈസിലി പ്രൂവ് യൂസിങ് ദീസ് ആർഗ്യുമെന്റ്സ്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ആർഗ്യുമെന്റ്സ് ഉപയോഗിച്ച് നമുക്ക് പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ സാധനം എഫ് ഓഫ് ടി ഓഫ് ആൽഫ ഈക്വൽ ടു എഫ് ഓഫ് സി ഓഫ് ആൽഫ നിങ്ങൾ കാണിക്കണം. Where f of x is this, f of t is this, and f of c is this. Okay, so we can try to complete the proof for tomorrow. Otherwise, I will discuss in tomorrow's class. Okay, so we'll. So you have any doubts, you can ask. If you have any doubts, you can ask. നിങ്ങൾക്ക് സംഭവമൊക്കെ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായില്ലേ? കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് ടി എന്ന എങ്ങനെ ഐഗൻ വാല്യൂ വരുന്നു മനസ്സിലായി, പവർ വന്ന എങ്ങനെ ഐഗൻ വാല്യൂ വരുന്നു മനസ്സിലായി, മോഡ് ജസ്റ്റ് അതിന്റെ സമ്മാണ്. അപ്പൊ അതിന്റെ പ്രൂഫ് നിങ്ങൾ നാളത്തെ എഴുതാൻ നോക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് നാളെ ഞാൻ പറഞ്ഞുതരാം. ഇഫ് യു നോട്ട് ഗെറ്റ് ഇറ്റ്. So you have any doubts, you can ask. For today's class, if you have any doubts, please ask. നാളെ നമുക്ക് രണ്ട് തിയറം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. There are two results. Okay. If you have any doubts, you can ask. ഒരു കാര്യം ചോദിക്കട്ടെ, ടി എന്ന ഐഗൻ വാല്യൂ ഇപ്പൊ ടി ഈക്വൽ ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ ആണ്, സി ഐഗൻ വാല്യൂ ഓഫ് ടി ആണ്, ആൽഫ ഐഗൻ വെക്ടർ ആണെങ്കിൽ ടി സ്ക്വയർ പ്ലസ് ടിന്റെ ഐഗൻ വാല്യൂ എന്തായിരിക്കും? ഇപ്പൊ ടി ആൽഫ സി ആൽഫ ആയതിനെ കൊണ്ട് ടി സ്ക്വയർ ആൽഫ എന്താണ്? സി സ്ക്വയർ ആൽഫ ആണ് അല്ലേ? ശരിയല്ലേ? നമ്മൾ മുകളിൽ പ്രൂവ് ചെയ്തു. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്ത് എന്താ കിട്ടുക? ടി സ്ക്വയർ ആൽഫ പ്ലസ് ടി ആൽഫ എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ആൽഫ പ്ലസ് ടി ആൽഫ. അതെ, അപ്പൊ ടി സ്ക്വയർ പ്ലസ് ടി എന്ന ഓപ്പറേറ്റർ ആക്ടിംഗ് ഓൺ ആൽഫ എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ പ്ലസ് ടി ഇൻറ്റു ആൽഫയാണ്. അതായത് ഇത് എന്തിന്റെ ഐഗൻ വാല്യൂ ആണ്? ഈ ഓപ്പറേറ്ററിന്റെ ഐഗൻ വാല്യൂ. ഇതാണ് നിങ്ങൾ പ്രൂഫ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ജസ്റ്റ് നേരിട്ട് എടുത്ത് എഴുതാനുള്ള വേറെ ഒന്നും ചെയ്യാനില്ല, കാരണം നമ്മൾ അതിനാവശ്യമുള്ള എല്ലാ മുകളിൽ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എടുക്കേണ്ടത് ഇങ്ങനെയല്ലാന്ന് മാത്രം. എ നോട്ട് ഇതിന് പകരം എ നോട്ട് പ്ലസ് A1x പ്ലസ് എക്സെട്ര പ്ലസ് മറ്റേ എ ടി ടി റൈസ് ടു ടി എടുക്കുക, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടി റൈസ് ടു കെ ആൽഫ ആണ്, ടി റൈസ് ടു സി റൈസ് ടു കെ ആൽഫ ആണ്. അപ്പം കോൺസ്റ്റന്റ് മൾട്ടിപ്പിളും ഡിറൈവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് ആൻസർ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? Is it okay? മനസ്സിലായി. Okay, so we'll see in tomorrow's class. Okay, thank you.